അപ്പോൾ നമ്മൾ ഏതായാലും എന്താ ഇങ്ങനെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഈ കലോത്സവത്തിന്റെ വൈബൊക്കെ ഇങ്ങനെ കണ്ടും പിടിച്ചും അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? പിന്നെ ഉണ്ട്, ഉറപ്പായും പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്നാ പാടിക്കോ. ആള് സെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് സ്വന്തമായിട്ട് പാടുന്നില്ല, അതൊന്നും ചോദിക്കരുത്. പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ എന്ന് പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടോ എന്നല്ലേ ഞാൻ ചോദിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെറ്റാക്കി പ്രേക്ഷകരോടാണ് നമ്മുടെ ചോദ്യം, നമ്മളോടല്ലല്ലോ. അപ്പൊ നമ്മൾ ഇനി പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അത് ഒരാളുടെ പാട്ടല്ല, ഒന്നിലേറെ ഒരു കൂട്ടം പാട്ടുകാരാണ് നമ്മുടെ കൂടെ ചേരുന്നത്. അപ്പോൾ അവരുടെ പാട്ടും ആ വിശേഷങ്ങളും ഒക്കെ ഇതാ കാണാം. കണ്ടില്ലേ? ഗുഡ് മോർണിംഗ് എല്ലാവരും കൂടെ നല്ല എനർജിയിൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. പോരെ എനർജി പോരാ, ഈ വോയിസേ ഉള്ളൂ സംഘഗാനം പാടുമ്പോ കണ്ടോണം, കേട്ടോണം. അത് തട്ടേ കയറുമ്പോ ഞങ്ങൾ കാണിച്ചു, അത് വേറെ ലെവലാ അല്ലേ. പിന്നെ അല്ലാതൊക്കെ. ഏതൊക്കെ ക്ലാസ്സിലാ എല്ലാവരും? ഞങ്ങള് HS വിഭാഗം ആയതുകൊണ്ട് തന്നെ 8th 9th 10th എല്ലാവരും. 8 9 10 അല്ലേ? എല്ലാ ക്ലാസ്സിന്റെ റെപ്രസെന്റേഷനും ഉണ്ട്. ചിരി മാത്രമേ ഉള്ളൂ, വർത്തമാനം ഇല്ല. പാട്ടൊക്കെ പഠിക്കുന്നവരാണോ? പ്രാക്ടീസ് ചെയ്ത് ഇതിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിംഗേഴ്സിനെ സെലക്ട് ചെയ്ത് വെച്ച് അല്ലേ? 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും. അപ്പോ നിങ്ങളുടെ സംഘഗാനത്തിന്റെ കുറച്ച് വരികൾ. ഈ സോങ് എങ്ങനെയാ? സോങ്ങിന്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സ്കൂളിൽ നിന്ന് ആരെങ്കിലും മാഷുമാർ ആരെങ്കിലും ചിട്ടപ്പെടുത്തി തന്ന സോങ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കേട്ട് പഠിച്ച സോങ് ആണോ? ഞങ്ങളുടെ സ്കൂളിൽ തന്നെ സംസ്കൃത അധ്യാപകനായ ഹരിപ്രസാദ് സാറാണ് ഞങ്ങളുടെ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ മ്യൂസിക് ട്രെയിനറായ അമൃത ടീച്ചറുടെ ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ജൂൺ തൊട്ട് തുടങ്ങിയ പ്രാക്ടീസാണ്. അപ്പൊ BSS ഗുരുകുലത്തിന്റെ ഓൺ പ്രൊഡക്ഷൻ ആണ്. രചനയും സംവിധാനവും ആലാപനവും ഒക്കെ ലഹരിക്കുള്ള ഒരു സന്ദേശമാണ് ഈ പാട്ട്. അതിനെതിരെ അതിന് ചെറുത്ത് നിൽക്കുന്നത് ക്യാമ്പയിൻ എന്നുള്ള ഒരു രീതിയിൽ. ശരി, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, ഞങ്ങൾ നല്ല കോൺഫിഡന്റാ. ജഡ്ജസും എന്നിട്ട് ഏത് ഗ്രേഡ് ഒക്കെ തന്നു? എന്താ ചോദ്യം അല്ലേ? വല്ല കാര്യമുള്ള ചോദ്യമാണോ അതൊക്കെ? എന്നല്ലേ മനസ്സില് മുഖത്ത്? ഓക്കെ, അപ്പൊ കേൾക്കാം അല്ലേ? യെസ്, പോവല്ലേ, മൈക്ക് വെച്ച് കൊടുക്കൂ. അത് ശരിയാണല്ലോ, മൈക്ക് വേണോ അല്ലേ? ഇങ്ങനെ നീട്ടിപ്പിടിക്കണ്ട, നന്നായി പാടിക്കോ. അവനിയൊരു സുലഭ ദിവ്യരഥം, പല പല ലഹരികൾ ഉണരുമിടം. കെടുചെടു ലഹരികൾ എന്തിനഹോ, സുമധുര ലഹരികൾ ഉണ്ടിവിടെ. കലയുടെ സുരഭില സുഗനദിയിൽ മുഴുകുക സോദരരെ. ജനപദയിടയിൽ ഒരിടവിളിവിടെ, അതിലതി കലഹിത വിധീതു വെറുതെ. സുഖതര ലഹരിയിൽ ഒരു നറുമലർ അറിവുണരും കനിവെഴുമാ ലഹരിയിൽ അനവരതം. അദ്വൈതം വിരിയും ഒരനുപമ നിർവൃതിയിൽ വാഴുക നാം. ഈ കലോത്സവത്തിന്റെ സംഘഗാനങ്ങളുടെ മീറ്ററിംഗ് ഒക്കെ പിടിച്ച് എ ഗ്രേഡിങ്ങിന് കൃത്യമായി വരാൻ പാകത്തിന് സെറ്റാക്കിയൊരു സാധനം. അടിപൊളി, നന്നായിരുന്നു.